നമ്മുടെ പുതിയ സീരീസായ പോണ്ടിച്ചേരി ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിവാൻഡ്രം ടു പോണ്ടിച്ചേരി കാറിൽ ഒരു രസകരമായിട്ടുള്ള യാത്ര. ആദ്യ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. Where the shadows creep, whispers of the city, secrets they keep. Underneath the street lamp steady burn. Life's a game of dice, wait in your turn. City lights shine, but they never show the truths we hide, the things we don't know. Concrete jungle beats in the air, dreams take flight, but beware, beware. ഇന്ത്യയുടെ 8 യൂണിയൻ ടെറിട്ടറീസിൽ ഒന്നാണ് നമ്മളിപ്പോ ഈ പോകുന്ന പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. പോണ്ടിച്ചേരിയുടെ ശരിക്കും പേരെന്ന് പറയുന്നത് പുതുച്ചേരി എന്നാണ് കേട്ടോ. കണ്ടോ എന്തുമാത്രം ചക്കയാണ് ഇങ്ങനെ റോഡ് സൈഡിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. നമ്മളീ പോകുന്ന വഴിക്കൊക്കെ ഒത്തിരി നല്ല കാഴ്ചകൾ കാണാനുണ്ട്. അതിലൊന്നാണ് നമ്മളീ പോകുന്ന ഹൈവേ സൈഡിലുള്ള വാസ്റ്റ് ആയിട്ടുള്ള കൃഷിസ്ഥലങ്ങള്. നിങ്ങൾ ട്രെയിനിലാണ് പോണ്ടിച്ചേരി വിസിറ്റ് ചെയ്യാൻ വരുന്നതെങ്കിൽ വില്ലുപുരം എന്ന് പറയുന്ന ഈ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്നത്. ചെന്നൈയിൽ നിന്ന് ഓൾമോസ്റ്റ് 165 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട് പോണ്ടിച്ചേരിയിൽ എത്താനായിട്ട്. ഫ്രഞ്ച് കോളനി ആയിരുന്ന 4 പ്രവിശ്യകൾ ചേർത്തിട്ടാണ് കേട്ടോ നമ്മുടെ പോണ്ടിച്ചേരി രൂപീകരിച്ചത്. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് ഈ 4 സ്ഥലങ്ങളും വരുന്നത് 3 സംസ്ഥാനങ്ങളിലായിട്ടാണ്. ഒന്ന് നമ്മുടെ കേരളത്തിലെ മാഹി, 2 തമിഴ്നാട്ടിലെ തന്നെ പോണ്ടിച്ചേരിയും കാരൈക്കൽ എന്ന് പറയുന്ന സ്ഥലവും, 3 ആന്ധ്രാപ്രദേശിലെ യാനം. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന വില്ലുപുരം നാഗപട്ടണം ബൈപ്പാസിനെ പറ്റി കൂടെ എനിക്ക് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനുണ്ട് സുഹൃത്തുക്കളെ. വേറൊന്നുമല്ല, ഈ ഒരു കംപ്ലീറ്റ്ലി സിമെന്റ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു റോഡാണ്. 180 കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ ഒരു ടോട്ടൽ പ്രോജക്റ്റ് അവർ വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് വില്ലുപുരം ടു പുതുച്ചേരി ഒരു 29 കിലോമീറ്റേഴ്സ്, അതാണ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. വെളുപ്പിന് 3 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോ സമയം ഉച്ചയ്ക്ക് 2:30. നമ്മൾ പോണ്ടിച്ചേരി ടൗണിലെത്തി. നെക്സ്റ്റ് ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് വൈറ്റ് ടൗൺ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ പോവുക. പിന്നെ കാറിൽ ഇരുന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് ഹോട്ടൽസ് ഏതാണൊന്ന് ലഞ്ച് കഴിക്കാനായിട്ട്. അപ്പം അങ്ങനെ ഒരു ഹോട്ടൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് താമസിക്കാനായിട്ട് ആ പരിസരത്ത് തന്നെ എവിടെയെങ്കിലും ഒരു റൂം കണ്ടുപിടിക്കുക. ഇതാണ് നിലവിൽ നമുക്കുണ്ടായിരുന്ന പ്ലാൻ. അങ്ങനെ നമ്മുടെ വൈറ്റ് ടൗൺ അല്ലെങ്കിൽ ഫ്രഞ്ച് കോളനി ആ ഒരു ഏരിയയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. കൂടാതെ ഇവിടെ ഒത്തിരി നോ പാർക്കിംഗ് സോൺസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലം. പിന്നെ പീക്ക് ടൈം ആണെങ്കിൽ പറയേ വേണ്ട, കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഹോട്ടൽ കാമാച്ചിയിൽ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് എത്തിച്ചേർന്നു. പുറമേ നോക്കിയപ്പോഴത്തേക്ക് വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ ഉള്ളിലേക്ക് ചെന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലായത്. എല്ലാവരും വെയിറ്റിങ്ങിലാണ്. നമ്മളും കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ കാണുന്ന ഒരു ചേട്ടനുണ്ട് അവിടെ. അപ്പൊ നമ്മൾ പേരും പറഞ്ഞു കൊടുക്കുക, നമ്മൾ എത്ര പേരാണ് വന്നിട്ടുള്ളതെന്നും പറയാം. അപ്പൊ അവര് സീറ്റ് ഒഴിയുന്നതിനനുസരിച്ച് നമ്മുടെ പേര് വിളിക്കും. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. മട്ടൻ ബിരിയാണി, മട്ടൻ സുക്ക, പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ പ്രോൺസ്, ഇതായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. കേശുക്കുട്ടൻ ഉറക്കമായിരുന്നു, എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് അവനെ ഉണർത്തി കൊടുത്തു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബില്ല് ഇത്തിരി കൂടുതൽ തന്നെയായിരുന്നു. ഫുഡിന് ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ പറഞ്ഞ അത്ര ഒരു ഹൈപ്പിനുള്ള സംഭവം ഉണ്ടായിട്ട് എനിക്ക് തോന്നില്ല. പിന്നെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. അങ്ങനെ കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു ഷോപ്പിൽ കുറച്ച് ചേച്ചിമാരും ചേട്ടന്മാരും കൂടെ ഇരുന്നിട്ട് തടിയിലുള്ള നമ്മുടെ കട്ടള എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ കൊത്തുപണി ചെയ്ത് അങ്ങനെ ഒരു സംഭവത്തില് പോളിഷിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. നോക്കിയപ്പോഴാണ് ആ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് കുറച്ച് ആന്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊന്നും വാങ്ങാനില്ല, എന്നാലും കാണാനുള്ള ഒരു കൗതുകം കൊണ്ട് ഉള്ളിൽ കയറിയതാണ്. പഴയ തറവാടുകൾ അല്ലെങ്കിൽ വീടുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഇവിടെയുള്ള ഓരോ പീസസും എന്നാണ് പറഞ്ഞത്. ഒറിജിനൽ സാധനമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ കാണാനായിട്ട് ഗംഭീരമാണ്. ഓരോ പീസും ഭയങ്കര യുണീക്കായിട്ടുള്ളതാണ്. പിന്നെ ഇതിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് വളരെ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങൾക്കത് പർച്ചേസൊക്കെ ചെയ്യാം.
പിന്നെ കാർ എടുക്കാൻ പോകുന്നതിന് മുന്നേ കുറച്ചൊന്ന് നടന്നു നോക്കാന്ന് വിചാരിച്ചു. ഈ കാണുന്ന ഒരു കളർഫുൾ ആയിട്ടുള്ള ചുമരില്ലേ, അത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്റ്റാർബക്സിന്റെ ഔട്ട്ലെറ്റ് ആണ്. ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ട് കൂടെയാണ്. ഈ ഒരു പരിസരത്ത് തന്നെയാണ് റോക്ക് വ്യൂ ബീച്ച് ഉള്ളത്. സോ ഞങ്ങൾ അങ്ങോട്ടൊന്ന് നടന്നു നോക്കാം, താമസിക്കാനുള്ള ഏതെങ്കിലും സ്ഥലം ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റിയാലോ. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഗവൺമെന്റ് ഓഫീസുകളുണ്ട്, കണ്ടില്ലേ, ലീഗൽ സർവീസ് അതോറിറ്റി, പിന്നെ സമ്മർ പാക്കേജിന്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആണ് സംഭവം. പിന്നെ ഇവിടെ ടൂറിസം ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഫൈനലി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പോണ്ടിച്ചേരിയിലെ മോസ്റ്റ് പോപ്പുലർ ബീച്ചസിൽ ഒന്നായ റോക്ക് ബീച്ച്, അല്ലെങ്കിൽ അതിനെ പ്രോമിനേറ്റ് ബീച്ച് എന്നും പോണ്ടിച്ചേരി ബീച്ച് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. സമയം 3:30 ആയിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ അത്യാവശ്യം ക്രൗഡ് അവിടെ ഉണ്ട് ഓൾറെഡി. ഇത് വന്നിട്ട് അംബേദ്കർ മണിമണ്ഡപം. ആക്ച്വലി നമ്മൾ ഇപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. ഈവനിങ് ടൈമിൽ നമ്മൾ പോയി ഫ്രഷപ്പ് ഒക്കെ ആയതിനു ശേഷം തിരിച്ചു വരുമല്ലോ, അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണാം. ഏകദേശം 1.5 കിലോമീറ്ററോളം സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നതാണ് നമ്മുടെ ഈ ബീച്ചും അതിന്റെ ഒരു വാക്ക് വേയും ഒക്കെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതാണ് ഫ്രഞ്ച് യുദ്ധ സ്മാരകം. 1-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ മരിച്ച ഇന്ത്യയിൽ താമസിച്ചിരുന്ന ഫ്രഞ്ചുകാർക്ക് വേണ്ടി സമർപ്പിച്ച ഒരു സ്മാരകമാണ്. 1938 ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രയിലെ ഒരു ട്രിബ്യൂട്ട് വാൾ കണ്ടില്ല, അതുപോലെ ഒരു സംഭവം ഇവിടെയുണ്ട്. പക്ഷെ ഇത് റെനോവേഷൻ വർക്ക് ചെയ്യുവാണെന്ന് തോന്നുന്നു. പോണ്ടിച്ചേരിയിലെ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് നമ്മുടെ ഈ മഹാത്മാഗാന്ധി സ്റ്റാച്യു എന്ന് പറയുന്നത്. 1965 ഇത് പണി കഴിപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ നടന്ന് എവിടെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കുവാണ്. എല്ലാം ഇങ്ങനെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. കണ്ട് നടക്കാനായിട്ട് നല്ല രസം. ഈ പോണ്ടിച്ചേരി ഉണ്ടല്ലോ, 200 വർഷങ്ങൾക്ക് മുന്നേ ഫ്രഞ്ച് കോളനി ആയിരുന്നു. ഇന്നും ഈ വൈറ്റ് ടൗൺ അല്ലെങ്കിൽ ഫ്രഞ്ച് കോളനി അല്ലെങ്കിൽ ഫ്രഞ്ച് ക്വാർട്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഫ്രഞ്ച് കൊളോണിയൽ ആർക്കിടെക്ചറും ഹെറിറ്റേജും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. വീണ്ടും നമ്മൾ ആ സ്റ്റാർബക്സിന്റെ ഏരിയയിൽ തന്നെ തിരിച്ചെത്തി. ഇവിടെ നല്ല കുറെ ഫോട്ടോസ് എടുക്കാനുള്ള സ്പോട്ടുകളുണ്ട്. ഞങ്ങളങ്ങനെ അവിടെ അടുത്ത് തന്നെ ഒരു ചെറിയ ഹോട്ടലിൽ റൂം എടുത്തു, സാധനങ്ങളൊക്കെ വെച്ച് ഫ്രഷപ്പായി വീണ്ടും റോക്ക് ബീച്ചിന്റെ ഈവനിങ് വൈബ് ആസ്വദിക്കാനായിട്ട് പോവാണ്. ഈ വഴികളുടെ സൈഡിലൊക്കെ മരങ്ങളും പൂക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് കാണാനും അതുവഴി നടക്കാനും ഒക്കെ നല്ല ഫീലാണ്. സമയം കഴിയും തോറും ഇവിടുത്തെ കഫേസ് ഒക്കെ ഉണ്ടല്ലോ, നല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യും. നടന്ന വഴിക്ക് ഒരു കുഞ്ഞ് അമ്പലത്തില് പൂജ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറി തൊഴുതു. എല്ലാ പിള്ളേരെയും പോലെ ഇതൊക്കെ കാണുമ്പോ കേശൂട്ടനും ഒരു സൈഡ് വലിവൊക്കെ വരാറുണ്ട്. അപ്പോഴാണ് അവിടെ പോണ്ടിച്ചേരി മുനിസിപ്പാലിറ്റിയുടെ ബീച്ച് ഫുഡ് കോർട്ട് ആൻഡ് ടോയ് ഷോപ്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. അതിനകത്ത് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ കുറെ ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. പാനിപൂരി, മോമോസ്, ഫ്രൈഡ് ഐറ്റംസ്, ജ്യൂസ്, ഉപ്പിലിട്ട സാധനങ്ങൾ, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ഒരുപാട് പേര് അവിടെ അതൊക്കെ വാങ്ങി കഴിക്കുന്നുമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എന്തോ അവിടുത്തെ ഒരു വൃത്തിയും ചുറ്റുപാടും ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഒന്നും വാങ്ങാണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. ഇപ്പോ ഒത്തിരി ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അവിടെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പൊതുവെ ബീച്ചിലൊക്കെ എന്താണ് ഇതുപോലെ സൺസെറ്റിന്റെ ടൈമിലൊക്കെ തന്നെയാണ് നല്ല തിരക്ക് വന്നു തുടങ്ങുന്ന സമയം. നമ്മളിപ്പോ വീണ്ടും ഗാന്ധി സ്റ്റാച്യുവിന്റെ പരിസരത്ത് തന്നെയാണ് എത്തിയിട്ടുള്ളത്.
ആ സ്റ്റാച്ചുവിന്റെ അടുത്തായിട്ട് കാണുന്നത് 8 കല്ലിൽ കൊത്തിയ തൂണുകളാണ്. ഇത് ഇവിടെ നിന്ന് 70 കിലോമീറ്റർ ദൂരെയുള്ള വില്ലുപുരം ഡിസ്ട്രിക്റ്റിലുള്ള ജിഞ്ചി ഫോർട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഈ സ്റ്റാച്ചുവിനാണെങ്കിൽ 13 അടി ഉയരമാണ് ഉള്ളത്. പിന്നെ ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഇതിനടിയിലൂടെ ഒരു ടണലുണ്ട്. അത് ഈ ജിഞ്ചി ഫോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു പണിതിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ അത് നമുക്ക് മീൻസ് ഈ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷെ അതിന്റെ ഉള്ളിൽ കുറെ ആളുകളൊക്കെ സഫോക്കേഷനൊക്കെ വന്നിട്ട് മരിച്ചുപോയെന്നും സോ അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആക്കിയിരിക്കുവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സ്റ്റാച്ചുവിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഓൾഡ് ലൈറ്റ് ഹൗസ് ഉള്ളത്. 29 മീറ്റർ ഹൈറ്റ് ഉള്ള ഇത് 1836 പണി കഴിപ്പിച്ചത്. രാവിലെ 8 മുതൽ 12:30 വരെയും 1:30 മുതൽ 5:30 വരെയും 10 രൂപ പെർ പേഴ്സൺ എന്ന ചാർജിൽ നമുക്ക് എൻട്രി ഉണ്ട്. സൺസെറ്റ് കഴിഞ്ഞ ആ ഒരു ടൈമും നല്ല കാറ്റും കടലും ബ്യൂട്ടിഫുൾ ബിൽഡിങ്സും ഒരു നോട്ടം കൊണ്ട് പോലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇന്റർഫെയർ ചെയ്യാത്ത ഒരു ക്രൗഡും ഒക്കെ ആയിട്ട് വളരെ സൂപ്പർബ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ഞങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യാനായിട്ട് വരും. ചുറ്റിലും നോക്കിയാൽ നല്ല രസമാണ്. കളിക്കാൻ വരുന്ന കുട്ടികളുണ്ട്, നടക്കാൻ വരുന്ന മുതിർന്നവരുണ്ട്, ഫ്രണ്ട്സുമായിട്ട് ചില്ല് ചെയ്യാൻ വരുന്നവരുണ്ട്, കപ്പിളായിട്ട് വരുന്നവരുണ്ട്, ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട്, ഫോട്ടോസും റീൽസും എടുക്കാനായിട്ട് വരുന്നവരുണ്ട്, സൺസെറ്റും ബീച്ച് വൈബും ആസ്വദിക്കാൻ വരുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ. അവിടെ തന്നെ ഒരു ഓപ്പൺ ജിമ്മ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാ പ്രായക്കാരും അത് നല്ല പോലെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കേശൂട്ടനും ആഗ്രഹമായി എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. ചെറിയൊരു വാട്ടർഫോള് പോലെയൊക്കെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അവിടെ എല്ലാം. ഇതാണ് നമ്മൾ ഈവനിങ് നടക്കാൻ വന്നപ്പോ കണ്ടില്ലേ അംബേദ്കർ മണിമണ്ഡപം. ഇനി നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു ബുദ്ധ പ്രതിമയാണ്. അത് അംബേദ്കറും ബുദ്ധിസവും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടെയിനും ഉണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചീഫ് ആർക്കിടെക്റ്റായ ഡോക്ടർ BR അംബേദ്കറിനോടുള്ള ആദര സൂചകമായിട്ട് 2022 ഏപ്രിൽ 14 ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഡോക്ടർ BR അംബേദ്കറിന്റെ ഈ സ്വർണ്ണ നിറത്തിലുള്ള ഒരു പ്രതിമ തന്നെയാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതവും വർക്കും എല്ലാം സംബന്ധിക്കുന്ന ഒത്തിരി ചിത്രങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ റോക്ക് ബീച്ചിന്റെ പരിസരത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോരാൻ ഇറങ്ങിയപ്പോഴാണ് ഇത്രോ നേരം ബീച്ചിൽ കാല് നനയ്ക്കാൻ പറ്റിയില്ല എന്ന് വിഷമിച്ചിരുന്ന കേശുകുട്ടന്റെ മുന്നിലേക്ക് കുറച്ച് കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുന്ന കണ്ടതും പിന്നെ അവനും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളും പിന്നെ കുറച്ചേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഇനി നമ്മുടെ നൈറ്റ് ഫുഡിങ് ടൈമാണ്. നല്ല വിശപ്പുണ്ട്. അതിൽ ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്തത് ഒരു സ്ട്രീറ്റ് ഫുഡാണ്. സ്ട്രീറ്റ് ഫുഡ് മീൻസ് ഇതൊരു മീനാണ്, നമ്മുടെ നാട്ടിൽ നെയ്മീൻ എന്ന് പറയുന്നത്, കിങ് ഫിഷ്. അത് 3 പീസാണ്, 130 രൂപയാണ്. സംഭവം കണ്ടപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു സ്റ്റോളായിരുന്നു. അവർ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്ന മസാല അതിങ്ങനെ ബോക്സിനകത്ത് തന്നെ അടച്ചാണ് അവരത് കൊണ്ടുവരുന്നത്. വളരെ നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. സോ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം. നമ്മൾ എല്ലാവരും ഫിഷ് ലവേഴ്സാണ്. സോ ഞങ്ങൾക്ക് അത് കണ്ടപ്പോഴത്തേക്കും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ചേച്ചി അതിൻ്റെ പുറത്ത് കുറച്ച് പെപ്പർ പൗഡറൊക്കെ തട്ടി ഒരു പീസ് നാരങ്ങയൊക്കെ ആയിട്ട് ചൂടായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ തന്നു. സംഭവം ഗംഭീര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങൾക്കത് ഒത്തിരി ഇഷ്ടമായി. ചൂടായത് കാരണം തന്നെ കേശൂട്ടനെ പെട്ടെന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല, പാവം.
അങ്ങനെ ഞങ്ങൾ 3 പേരും നല്ല ഹോട്ട് ആൻഡ് സ്പൈസി ഫിഷൊക്കെ കഴിച്ചിട്ട് നെക്സ്റ്റ് വന്ന് പെട്ടത് നോക്കിയേ, കൃത്യമായിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ കണ്ടോ, ഒത്തിരി ടൈപ്പ് കേക്ക്സ് ആണുള്ളത്. ഞങ്ങളൊരു ബ്ലൂബെറി ചീസ് കേക്കാണ് കേട്ടോ മേടിച്ചത്. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ ഫുഡ് സ്ട്രീറ്റിലുണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒത്തിരി കടകളുണ്ട്. അതും വെറൈറ്റി ഫുഡുകൾ ലഭ്യമാകുന്ന കടകളാണ്. ഇതിപ്പോ ഒരു ബർഗർ ഷോപ്പാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, വളരെ ഹൈജീനിക് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. നല്ല നീറ്റായിട്ടുള്ള രീതിയിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്തത് കൊണ്ട് തന്നെ ആളുകളും അവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. ശരിക്കും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. ശരിക്കും ഞങ്ങൾ ഒത്തിരി ഇംപ്രസ്ഡ് ആയി. വളരെ പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഷോപ്പുകളിൽ മെജോറിറ്റിയും റൺ ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തത് ഒരു മിനി ഷവർമയായിരുന്നു. അതും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അടുത്തതൊരു വോഫിൾ ഷോപ്പാണ്. ഇതൊന്നും കഴിക്കാനായിട്ട് നിലവിൽ ഞങ്ങളുടെ വയറിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അത് ഉണ്ടാക്കുന്നതൊക്കെ കാണാനായിട്ട് ഒരു കൗതുകം തോന്നി. സോ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് അവരിത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. പാനിപൂരിയും നല്ല ചൂട് ഇഡലിയൊക്കെയും നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. കുറെ ഗ്രിൽ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ കിട്ടുന്നത്. ഞാൻ ഈ കാണിച്ച ഷോപ്പുകൾ മാത്രമല്ല കേട്ടോ, ഈ സ്ട്രീറ്റിന്റെ 2 വശങ്ങളിലായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. നമ്മൾ വളരെ ചുരുക്കം ഷോപ്പുകളിൽ നിന്ന് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. നമ്മൾ പറയുകയും ചെയ്തായിരുന്നു, ഈ പോണ്ടിച്ചേരിയിൽ വന്നപ്പോൾ നമ്മൾ രാവിലെ നടന്ന സ്ട്രീറ്റുകളെ അല്ല, ഇപ്പോൾ അതിൻ്റെ വൈബേ മാറിപ്പോയി കേട്ടോ. രാവിലെ നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ നടന്നു, പക്ഷേ ആ സ്ട്രീറ്റാണിതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. രാത്രി വേറെ ലെവലാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞങ്ങളൊരു സ്ട്രോബെറി ഡബിൾ ചോക്ലേറ്റും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ അത് വാങ്ങണം എന്നുള്ളത്. സ്ട്രോബെറിയും ചോക്ലേറ്റും രണ്ടും കേശുക്കുട്ടന് ഫേവറേറ്റ് സാധനങ്ങളാണ്. സോ ആള് ഹാപ്പിയായി. സ്ട്രോബെറിയുടെ ആ ചെറിയൊരു പുളിപ്പും ചോക്ലേറ്റിന്റെ ആ ഒരു മധുരവും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഡേ 1ന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. Glows. Every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. Life's a gamble on these streets, anything goes. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. ഗുഡ് മോർണിംഗ്. രാത്രിയിൽ നല്ല ഫുഡും കഴിച്ച് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ റൂമും ചെക്കൗട്ട് ചെയ്ത് ഞങ്ങളിങ്ങനെ ഫ്രഞ്ച് ടൗണിന്റെ ആ ഒരു വഴിയിൽ ഇങ്ങനെ നടക്കുവാണേ. ടൈം ഓൾമോസ്റ്റ് 9 മണി. ഞങ്ങളുടെ ലക്ഷ്യം ഉറപ്പായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ പോണ്ടിച്ചേരി വന്നിട്ട് എന്തെങ്കിലും ഫ്രഞ്ച് ക്യൂസിൻ ട്രൈ ചെയ്യാണ്ട് പോകുന്ന എങ്ങനെയാ? സോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പോണ്ടിച്ചേരിയുടെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് കഫേ ആയ കോറോമാൻഡൽ കഫേ. വൈറ്റ് ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ഉള്ള കഫേയാണിത്. നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്കും ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ ഇങ്ങനെ ഫ്രഷ്ലി ബേക്ക്ഡ് ആയിട്ടുള്ള കുക്കീസ്, പേസ്ട്രീസ്, കേക്ക്സ്, ക്രോസോൺ, ബ്രൗണീസ്, അങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് കിട്ടും. കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വാങ്ങിയാലോ എന്നുള്ള ഒരു ടെംപ്റ്റേഷൻ തോന്നും. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ വന്നത് കാരണം തൽക്കാലം ഇതൊന്നും വേണ്ടാന്ന് വെച്ചു. നെക്സ്റ്റ് നമ്മൾ കഫേയുടെ ഇന്റീരിയർ സീറ്റിംഗ് സ്പേസിലേക്കാണ് പോകുന്നത്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, എല്ലാ സീറ്റും ഫുള്ളാണ്. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിവിടുത്തെ ബാർ കൗണ്ടർ ആണ്. നമുക്ക് എന്തായാലും സീറ്റ് കിട്ടുന്നവരെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അവിടെ നല്ല ആംബിയൻസ് ആണല്ലോ, സോ അവിടെ ഇരിക്കാം.
ഞങ്ങൾ മെനു എല്ലാം നോക്കി ഏതാണ് വേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്തു വെച്ചു. പക്ഷേ സമയം 9:45 കഴിഞ്ഞിട്ടും ഇതുവരെ നമുക്ക് ഉള്ളിൽ സീറ്റ് കിട്ടിയിട്ടില്ല. സോ ഞങ്ങളുടെ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്ന ഒത്തിരി സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതെല്ലാം കുളമാവും. സോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കഫേയിലേക്ക് തന്നെ കേട്ടോ നമ്മൾ അടുത്തു പോയത്. പറയാതിരിക്കാൻ വഴിയില്ല കേട്ടോ, ഇവിടുത്തെ ഓരോ കഫേസും എത്ര ബ്യൂട്ടിഫുൾ ആണെന്നോ ഇതിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും മറ്റത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉള്ള കഫേസ് ഉണ്ടാവും. സോ അത് എക്സ്പ്ലോർ ചെയ്യാൻ. ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പഴയ ബിൽഡിംഗ് ആണ്. കണ്ടില്ല, അതിന്റെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ വളരെ ഡിഫറെന്റ് ആണ്. ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് ഒരു കാപ്പിച്ചീനോ ആയിരുന്നേ. അതിനോടൊപ്പം ഒരു ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നേ. ഞങ്ങൾ കോഫി ലവേഴ്സ് ആണ്. സോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ തുടക്കം തന്നെ ഹൈലി സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ മെയിൻ സംഭവങ്ങൾ എത്തി. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്ററും ഗ്രിൽഡ് ചിക്കൻ സാൻഡ്വിച്ചും ആയിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റിയും. നമുക്ക് നല്ല കഴിച്ചപ്പോഴേ തൃപ്തി തോന്നുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മൾ ആദ്യം കയറിയ കഫേയിലുള്ള പോലെ ഒരു സെക്ഷൻ ഇവിടെയുണ്ട്. ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ഒത്തിരി വെറൈറ്റി സാധനങ്ങളുണ്ട്. വയറാണെങ്കിൽ ഫുള്ളായിട്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഇത്രയും കണ്ടിട്ടേ എന്തെങ്കിലും ഒരു ഐറ്റം എങ്കിലും വാങ്ങാണ്ട് ഇറങ്ങാനായിട്ട് മനസ്സനുവദിച്ചില്ല. അവസാനം ഒരു ക്രീം ചീസ് ബ്ലൂബെറി ഡാനിഷ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ പാഴ്സൽ ചെയ്യാൻ പറഞ്ഞു. അതാകുമ്പോൾ വിശക്കുന്ന സമയത്ത് നമുക്ക് കാറിലിരുന്ന് കഴിക്കാമല്ലോ. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. മനകുള വിനായക ടെമ്പിൾ, പോണ്ടിച്ചേരിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ഒരു സൈഡ് ഫുള്ളും കടകളാണ്. അത് മിക്കതും ഡ്രസ്സ് വിൽക്കുന്ന കടകളാണ്. ഇത് റീച്ച് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. നമ്മൾ ഇന്നലെ പോയില്ലേ പ്രോമനേഡ് ബീച്ച്, നമ്മുടെ പോണ്ടിച്ചേരി ബീച്ച്, അവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഒരു 10 മിനിറ്റ്സ് മതി. അപ്പൊ വണ്ടിയാകുമ്പോൾ അത്രയും പോലും സമയം വേണ്ടി വരത്തില്ല, അത്രയും അടുത്താണ്. സോ പോണ്ടിച്ചേരിയിൽ വരുന്ന എല്ലാവരും തന്നെ പൊതുവെ വന്നു പോകുന്ന ഒരു പ്ലേസ് ആണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ എപ്പോഴും തിരക്കാണെന്നാണ് പറയുന്നത്. നമ്മൾ പോയ സമയത്ത് ഇതേ കണ്ടില്ലേ, നല്ല തിരക്കുണ്ട്. സ്വദേശികളും വിദേശികളും ഒക്കെ തന്നെയുണ്ട്. കണ്ടില്ലേ, ഒത്തിരി ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നമുക്ക് ഫോൺ അലൗഡ് അല്ല. സോ അതിന്റെ ഉള്ളിലുള്ള വീഡിയോ ഒന്നും നമുക്ക് ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയുന്നതെന്ന് വെച്ചാൽ ഈ ഫ്രഞ്ചുകാരുടെ സമയത്ത് ഈ ക്ഷേത്രത്തിന് ഒരുപാട് തവണ അവർ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന്, പക്ഷെ അതിന് പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കടലിൽ കൊണ്ട് ഈ വിഗ്രഹത്തിനെ പലതവണ കളയാനായിട്ട് ശ്രമിച്ചെന്നും വീണ്ടും വീണ്ടും അതേ പ്ലേസിൽ തന്നെ ആ വിഗ്രഹം തിരിച്ചു വന്നിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്ന ഒരു കഥ ഇതിന്. നെക്സ്റ്റ് നമ്മൾ പോയത് സേക്രഡ് ഹാർട്ട് ബസലിക്കയിലേക്കാണ്. ഈ ഒരു ചേർച്ചിന് 100-ലധികം വർഷം പഴക്കമുണ്ട്. ഇവിടുത്തെ ഫസ്റ്റ് ഹോളി മാസ് നടന്നത് തന്നെ 1907 എന്നാണ് പറയുന്നത്. നമ്മൾ വന്ന സമയത്ത് ഇത് ക്ലോസ്ഡ് ആയിരുന്നു ചേർച്ച്. അതിന്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ട്. കാരണം ഇതിന്റെ ഉള്ളിൽ 28 പുണ്യാളന്മാരുടെ ഗ്ലാസ്സിലുള്ള പെയിന്റിംഗ് ഒക്കെ ഉണ്ടെന്ന് അത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ സോറി, സമയം ചേർച്ച് ക്ലോസ് ആയിരുന്നു. ഓക്കെ, നമ്മളിനി പോകാൻ പോകുന്നത് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസിലേക്കാണ്. കാർ ഇങ്ങനെ റോഡ് സൈഡ് പാർക്ക് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് അവിടെ ഉള്ളൂ. കയറ് വരുമ്പോ കണ്ടില്ലേ, ഒരു അംബാസഡറിനെ പകുതിക്ക് മുറിച്ചിങ്ങനെ മതിലിൽ കയറ്റി വെച്ചേക്കുവാണേ. നമ്മൾ ഗേറ്റ് തുറന്ന് ചെല്ലുമ്പോ കാണുന്ന ഒരു വ്യൂ ഇല്ലേ, അപ്പൊ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ഫ്ലാറ്റ് ആയി. ഞാൻ പറഞ്ഞില്ലേ യുണീക്ക് ആണെന്ന്. അതെ, നമ്മൾ ഇന്ന് ഇവിടെ താമസിക്കാൻ പോകുന്നത് പോഡ് റൂമുകളിലാണ്. എന്തായാലും ആദ്യം നമ്മൾ സ്റ്റെയർ കയറി മുകളിൽ വന്ന് അവിടുത്തെ കാഴ്ചകളൊന്ന് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണേ.
കണ്ടോ, ഇതാണ് ഒരു പോഡ് റൂമിന്റെ എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. അപ്പോഴേക്കും അവിടെ ഒരാളെ കണ്ടില്ലേ, കംഫർട്ടബിൾ ആയിട്ട് സീറ്റൊക്കെ പിടിച്ച് അവിടെ അങ്ങ് ഇരിപ്പായി. ഇവിടെ ഇതുപോലത്തെ 6 പോഡ് റൂംസ് ആണ് ഉള്ളത്. ഞങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള റൂം ശരിക്കും താഴെയാണ് കേട്ടോ. സോ നമ്മൾ ഇനി ഇവിടെ നിന്ന് കറങ്ങുന്നത് ശരിയല്ല, നമുക്ക് താഴത്തേക്ക് പോവാം. എല്ലാവർക്കും നമ്മുടെ റൂമിലേക്ക് സ്വാഗതം. ശരിക്കും ഈ റൂമിനകത്ത് കയറിയപ്പോ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. ഇതിന്റെ ഒരു സ്പേസ് അനുസരിച്ചിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള 2 സിംഗിൾ ബെഡാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. പക്ഷെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നോൺ AC ആണ് കേട്ടോ. 2 ഫാൻ സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഷ്റൂം ഉണ്ട്, എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ടുള്ള വാഷ്റൂം തന്നെയാണ്. കേശൂട്ടനാണെങ്കിലേ മുള്ളാൻ മുട്ടി വയ്യ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് കഴിയുന്നതിന് മുന്നേ ആൾക്ക് ബാത്റൂമിൽ പോകണം. സോ അതവിടെ നടക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് റൂം ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. നല്ല എന്താ പറയാ, അടിപൊളി റൂം. പോണ്ടിച്ചേരിയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഓറോവിൽ വിസിറ്റർ സെന്ററിൽ നിന്ന് 5 മിനിറ്റ് ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ളൂ. കാണാനായിട്ട് ഒരു ചെറിയ കുളമാണ്, പക്ഷെ അതിനകത്ത് കുറെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. കുറച്ചു നേരം കേശൂട്ടൻ അവരുമായിട്ടൊക്കെ ഇങ്ങനെ കളിച്ച് രസിച്ചിരുന്നു. സോ നമുക്ക് അടുത്ത പ്ലാൻ എന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല, ഫ്രഷപ്പ് ആവണം, പുറത്തു പോകണം, ലഞ്ച് കഴിക്കണം, പിന്നെ വേറെ 1-2 സ്ഥലങ്ങളൊക്കെ കാണാനും ഉണ്ട്. ഈ പ്രോപ്പർട്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണിത്. ഇവിടെ വന്ന് ബുക്കൊക്കെ വായിച്ച് നല്ല ചില്ല് ചെയ്തിരിക്കാം. ഉറപ്പായിട്ട് ഞാൻ രാത്രി ഈ സ്ഥലത്ത് വന്ന് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തന്നെ ഫ്രഷപ്പ് ഒക്കെ ആയി പോവാനായിട്ട് സെറ്റായി. പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. വെൽക്കം ടു പുതുച്ചേരി. ഈ ഒരു ഗേറ്റ് പോണ്ടിച്ചേരിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മിക്ക വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അങ്ങനെ റാൻഡം ആയിട്ട് വഴിയിൽ കണ്ട ഒരു ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. പക്ഷെ നല്ല ഗംഭീര ഫുഡായിരുന്നു. ഫിഷ് താലി മീൽസും ഒരു ഫ്രൈഡ് റൈസും ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. നല്ല ഫുഡായിരുന്നു. പിന്നെ കേശൂട്ട ഉറക്കായിരുന്നത് കാരണം അവന്റെ പാത്രത്തിൽ നമ്മൾ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ പോകുന്നത് സാൻഡ് ഡ്യൂൺ പാരഡൈസ് ബീച്ചിലേക്കാണ്. നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് ഒരു 1/2 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് ഓൾമോസ്റ്റ് 3 കിലോമീറ്റേഴ്സ് ഉള്ളിലേക്ക് വരാനുണ്ട് ഇവിടെ എത്താന്. പക്ഷെ റോഡ് ഇത്തിരി മോശമാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. എൻട്രി ടിക്കറ്റ് പെർ പേഴ്സൺ 70 രൂപയാണ്. പിള്ളേർക്ക് ഫ്രീ ആണേ. നമ്മൾ ഈ കാണുന്നത് ചുന്നാമ്പർ ബാക്ക് വാട്ടേഴ്സ് ആണ്. ഇവിടെയാണ് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. ആക്ച്വലി ഇത് പാരഡൈസ് ബീച്ചിന്റെ ഒരു പ്രൈവറ്റ് ബീച്ച് ഏരിയ ആണ്. ഇതിന്റെ ഉള്ളിൽ റിസോർട്ടും കഫേയും ഒത്തിരി ഫെസിലിറ്റീസും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാല് പാരഡൈസ് ബീച്ചിന്റെ ഒരു സബ് ഏരിയ ആണ് സാൻഡ് ഡ്യൂൺ പാരഡൈസ് ബീച്ച്. 2021 ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തത്. ഈ പാരഡൈസ് ബീച്ചിൽ പോകണമെങ്കിൽ ചുന്നാമ്പർ ബോട്ട് ഹൗസിൽ പോയി നമ്മൾ ഫെറി സർവീസ് എടുക്കണം. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമുക്ക് റോഡ് മാർഗം തന്നെ എത്താനായിട്ട് പറ്റും. കേശൂട്ടം കൂടെ ഉള്ളതുകൊണ്ടേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് നോർമൽ ബോട്ടിംഗ് ആണ് സെലക്ട് ചെയ്തത്. 350 രൂപയാണ് പെർ പേഴ്സൺ ചാർജ് വരുന്നത്. നോക്കിക്കേ, ഒരു ക്യൂട്ട് പട്ടിക്കുട്ടൻ നിന്ന് വെള്ളം കുടിക്കുന്നത്. കുറ്റം പറയാൻ പറ്റില്ല, ആരായാലും ഒന്ന് നോക്കിപ്പോവും. ഇനി ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മള്. ഈ കാണുന്നതാണ് അക്വാ പാർക്ക്. അവിടെ കയറാനായിട്ട് 750 പെർ പേഴ്സൺ എങ്ങാണ്ടോ ആണ് ചാർജ് വരുന്നത്. ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. സ്പീഡ് ബോട്ട്, ബനാന റൈഡ്, ജെറ്റ് സ്കീ, കയാക്കിങ്, യാച്ച് റൈഡ്, റോളർ ബോള്, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് നിങ്ങൾ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെയുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ലൈഫ് ജാക്കറ്റ് ധരിക്കണം കേട്ടോ. ചില സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് കുട്ടികളുടെ സൈസിനുള്ള കിട്ടാറില്ല. ഇവിടെ എന്തായാലും അതൊക്കെ അവൈലബിൾ ആയിരുന്നേ. ഒരു 5-10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള ബോട്ട് എത്തി. നമ്മളെല്ലാവരും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റായി അകത്ത് കയറി. സമയം ഇപ്പൊ ഒരു 5 മണി ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. സൺസെറ്റ് ഒക്കെ ആയി വരുന്ന ഒരു ടൈം ആയതുകൊണ്ട് ചൂടൊക്കെ ഇപ്പൊ കുറവുണ്ട്. പിന്നെ നല്ല കാറ്റും ഉണ്ട്.
നമ്മൾ ഇതിനു മുന്നേ ഒത്തിരി തവണ ബോട്ടിങ്ങിന് പോയിട്ടുണ്ട്. പക്ഷേ ഗോവ പോയപ്പോഴാണ് ആദ്യമായിട്ട് കടലിലൂടെ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇന്നും ആ ഒരു ബോട്ട് റൈഡാണ്. പക്ഷെ കേശൂട്ടനാണെങ്കിൽ അതൊന്നും വലിയ ഓർമ്മയില്ല, അവൻ കുഞ്ഞായിരുന്നു ആ സമയത്ത്. സോ ഇപ്പോൾ ഉള്ള ഈ റൈഡൊക്കെ അവൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. നമ്മളെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അതാണ് അച്ഛനും മോനും കൂടി ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റു ബോട്ടുകളിങ്ങനെ അടുത്തൂടെ പോകുമ്പോഴത്തേക്കും നല്ലപോലെ വേവ്സ് ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഇവരുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ബോട്ടിനെ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയ്ക്ക് ചെയ്യും. അപ്പൊ അകത്തിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുമല്ലോ. പിന്നെ കടലിന്റെ ഒരു പ്രോക്സിമിറ്റിയും കൂടെ ഈ നല്ല തിരമാല ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചത് ബോട്ട് കടലിലൊക്കെ പോയിട്ടായിരിക്കും തിരിച്ചു വരുന്നതെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഈ കായലിൽ തന്നെ ഒരു 15 മിനിറ്റ്സ് റൈഡ് കഴിഞ്ഞ് തിരിച്ചു വന്നു. ആദ്യമായിട്ട് പോകുന്നവർക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി പോയിട്ടുള്ളത് കൊണ്ട് വലിയ പുതുമയൊന്നും അങ്ങനെ തോന്നിയില്ല. നെക്സ്റ്റ് നമ്മൾ വൈറ്റ് സാൻഡ് ബീച്ചിലേക്ക് പോവുകയാണ്. ഇവിടെ ATV റൈഡ്, ഹോഴ്സ് റൈഡ്, ആർച്ചറി, റെയിൻ ഡാൻസ്, DJ പാർട്ടി, അങ്ങനെ ഒരുപാട് ബീച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് എല്ലാവരും നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗോവ പോയപ്പോൾ കിട്ടിയ ഒരു വൈബുണ്ട്, അത് ഞങ്ങൾക്ക് ശരിക്കും ഇപ്പൊ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ കണ്ട പട്ടിക്കുട്ടൻ ദേ വീണ്ടും അവൻ ശരിക്കും എൻജോയ് ചെയ്യും കേട്ടോ. നമ്മളുള്ള ഈ സാൻഡ് ഡ്യൂൺ ബീച്ച് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രൈവറ്റ് ബീച്ചാണ്. എന്നിട്ട് പോലും ഇവിടുത്തെ ഒരു ക്രൗഡ് നോക്കിക്ക് നല്ല തിരക്കാണ്. പക്ഷെ നമുക്കങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവുന്ന രീതിയിലുള്ള തിരക്കല്ല കേട്ടോ. എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ഇത്രയും അധികം കടലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി കളിക്കാൻ പറ്റുന്ന വേറൊരു ബീച്ചിൽ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, അതുവരെ നമുക്ക് പോകാനായിട്ട് പറ്റും. ആദ്യം ഞാൻ ഡ്രസ്സൊന്നും നനയ്ക്കണ്ടെന്ന് ഇറങ്ങണ്ടെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സോ ഞങ്ങൾ 3 പേരായിട്ട് കടലിലിറങ്ങി അടിച്ചു പൊളിക്കാൻ പോവാണ്. ആ വീഡിയോ ഒന്നും വരത്തില്ല കേട്ടോ. DJ നടക്കുന്ന സ്ഥലമാണ് ഇത്. കണ്ടില്ലേ, അടിപൊളി വൈബാണ്. ഫാമിലി ഒക്കെ ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തില്. ബിയറും മറ്റ് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന ഒരു കൗണ്ടർ അവിടെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ പിന്നെ എന്താണ്, എല്ലാ വൈബും ആസ്വദിക്കുന്നവരായതുകൊണ്ട് ഇപ്പുറത്തോട്ട് മാറി നിന്ന് അങ്ങ് ഡാൻസ് കളിച്ച് തകർത്തു. നമ്മള് പോണ്ടിച്ചേരിയിലേക്ക് വരുന്ന എല്ലാവർക്കും ഈ ബീച്ച് ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യും കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. ഇവിടെ തന്നെ ഫ്രഷപ്പ് ആവാനും ഒക്കെ ഉള്ള സൗകര്യവും ഉണ്ട്. സോ ഒന്നും പേടിക്കണ്ട. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്റ്റേയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ കോമൺ ഡൈനിങ് ഏരിയ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെയാണ് കിട്ടുക. പിന്നെ ഡ്രിങ്കിങ് വാട്ടറും കെറ്റിലും ഒക്കെ എപ്പോഴും അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരിക്കും. ഞങ്ങളിങ്ങനെ ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ട് അവിടുത്തെ നൈറ്റ് വൈബൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ്. ശരിക്കും ഇതെല്ലാം നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒന്നാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. സംസാരിച്ചും ബുക്ക് വായിച്ചും കേശുകുട്ടൻ്റെ അടുത്ത് കളിച്ചും നാളത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തും ഒക്കെ കുറെ നേരം ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ ബാക്ക് യാർഡിലേക്ക് പോവാണേ. അവിടെ ഇരിക്കാനായിട്ട് നല്ലൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നിറച്ച് ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റും കൊണ്ട് അങ്ങനെ ഇരിക്കാനായിട്ട് എന്ത് രസമാണെന്നോ. ഇവിടുത്തെ ഒരു റൂള് പ്രകാരം രാത്രി 9 മണിക്ക് ശേഷം സൈലന്റ് അവേഴ്സ് ആണ്.
എന്ന് വെച്ചാൽ ഈ ടൈമിൽ ലൗഡായിട്ട് പാട്ട് വെക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഒച്ചപ്പാടം ഉണ്ടാക്കാനോ ഒന്നും പാടില്ല. സോ ഈ ഒരു ടൈം വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു ദിവസം സ്പെൻഡ് ചെയ്തതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങാൻ പോവാണ്. പോണ്ടിച്ചേരിയിലെ നമ്മുടെ 3ാമത്തെ ദിവസമാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. Hit that baseline nice and slow. Talk like singing, let the rhythm flow. Palm trees swaying, do you feel that breeze? Rolling down the boulevard, feeling at ease. നല്ല ചൂട് കട്ടൻ ചായയും കുടിച്ച് മോർണിംഗ് വൈബും ആസ്വദിച്ച് ഒരാൾ അങ്ങനെ ഇരിക്കുവാണേ. നല്ല റോഡ് സൈഡിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. എന്നിരുന്നാലും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള കാം ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് ഇവിടെ. നമ്മുടെ വാളംപുളിയില്ലേ, അതിന്റെ മരമാണ് ഈ ഗാർഡന്റെ ഒത്ത നടുക്കായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. 10 മണിക്കാണ് ഇവിടുത്തെ ചെക്ക്ഔട്ട് ടൈം. എന്നിരുന്നാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. സോ ഞങ്ങൾ റെഡി ആയിട്ട് വരാം. ഇതേ ഒരാൾ കുളിച്ച് കുട്ടപ്പനായിട്ട് വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അപ്പൊ അവരവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. ആ സമയം കൊണ്ട് ഞാൻ ഈ ബാക്ക് യാർഡ് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. കാരണം രാത്രിയത്തെ വീഡിയോയിൽ എത്ര ഭംഗിയായിട്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ. സോ ഇവിടെ കണ്ടോ, നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. കൂടാതെ കുഞ്ഞു വെജിറ്റബിൾ ഗാർഡനും മാക്സിമം പറ്റുന്ന പോലെയൊക്കെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ കുറെ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. ചെറിയ മാവ ആണെങ്കിലും അത്യാവശ്യം മാങ്ങയൊക്കെ അതിനകത്ത് പിടിച്ചു കിടപ്പുണ്ട് കേട്ടോ. നല്ല പച്ച മാങ്ങ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നാ പിന്നെ നമുക്ക് തിരിച്ചു പോയാലോ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെന്ററി ആണേ. ഈ സ്റ്റേയുടെ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ അല്ലെ, ഞാൻ പറഞ്ഞു തരാം. 1800 രൂപ പ്ലസ് GST കൂടെ ചേർത്തിട്ട് 2016 രൂപയാണ് ഞങ്ങൾക്കായത്. നല്ല ചൂട് സമയത്ത് AC ഇല്ലാത്തതിന്റെ ഒരു കുഞ്ഞു ബുദ്ധിമുട്ട് നമുക്ക് ചില സമയത്ത് അനുഭവപ്പെടും. അതൊഴിച്ചാല് ബാക്കി എല്ലാ സർവീസും നല്ലതാണ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണെന്ന് കാണണ്ടേ, നോക്കാം. ഇഡ്ഡലി ഉണ്ട്, ഉപ്പുമാവുണ്ട്, ചൂട് പരിപ്പോട ഉണ്ട്, തക്കാളി ചമ്മന്തി, പിന്നെ സാമ്പാർ. കൂടാതെ ചൂട് പാൽ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് കോഫിയോ ടീയോ ഒക്കെ നമുക്കത് പ്രിപ്പയർ ചെയ്ത് കുടിക്കാം. അങ്ങനെയുണ്ട്. നല്ല ഹോംലി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ നല്ലപോലെ കഴിച്ചു. ഇനി ചെക്ക്ഔട്ട് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഓറോവില് പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ ലക്ഷ്യം. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത്. എന്ത് രസമുള്ള വഴിയാണല്ലേ, നിങ്ങൾ നോക്കിക്കേ. ചുറ്റിലും കുറെ മരങ്ങൾ മാത്രം, വേറെ വണ്ടികളൊന്നും തന്നെ ഇല്ല. കുറച്ചു ദൂരം ഇങ്ങനെ പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്. ഞങ്ങൾക്ക് വഴി തെറ്റിയിരിക്കുകയാണ്. ഭാഗ്യത്തിന് ഒരു ചേട്ടനെ നമ്മൾ വഴിയിൽ കണ്ടു. ആളാണ് പറഞ്ഞത് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓറോവിലിന്റെ ബാക്ക് സൈഡിലാണ്. സോ നമുക്ക് കറക്റ്റ് ആയിട്ട് എത്തണമെങ്കിൽ ഓറോവിൽ പാർക്കിംഗ് എന്ന് ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റി, നിങ്ങൾക്ക് അബദ്ധം പറ്റാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. സോ ഫൈനലി നമ്മള് ഓറോവിൽ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. 150 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഒത്തിരി പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സാവകാശം കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് പോവാം. ഇപ്പം സമയം 9:45 കുറച്ച് ഷോപ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് നടന്നു വേണം അകത്തേക്ക് പോകാനായിട്ട്. നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയുടെ 2 സൈഡും നിറച്ച് മരങ്ങളാണ്. പിന്നെ നല്ല കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാം. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫീലിൽ ഇങ്ങനെ നമുക്ക് നടന്നു പോവാം. ഈ ഓറോവിൽ എന്ന് പറയുന്നത് സാധാരണ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരാം. ഓറോവിൽ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ബേസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ടൗൺഷിപ്പാണ്. എന്ന് വെച്ചാൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള ആളുകള്, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾ, അവര് രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ട് വളരെ ഐക്യത്തോടുകൂടി ഒരു പർട്ടിക്കുലർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് ഇവിടെ വന്ന് താമസിക്കുന്നു. അത് ലോകത്തിന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ സുസ്ഥിരമായിട്ടുള്ള ഒരു ജീവിതശൈലി, പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ജീവിതശൈലി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ജീവിതശൈലി, ആത്മീയമായിട്ട് ഗ്രോ ചെയ്യാനുള്ള രീതി,
അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അരബിന്ദോ സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് 1968 മിറ അൽഫാസ ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് ഫോം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നടന്നിപ്പോ ഓറോവിൽ വിസിറ്റേഴ്സ് സെന്ററിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഇതേ കണ്ടോ, വെൽക്കം എന്നുള്ള ആ ഒരു വാക്കിനെ 14 ലാംഗ്വേജസിലാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ. ഓക്കെ, നമ്മൾ ഉള്ളിൽ കയറുന്നതിന് മുന്നായിട്ട് ഇവിടെ ഒരു സൈറ്റ് മാപ്പ് വെച്ചിട്ടുണ്ട്, ഇതിന്റെ ഒരു ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് പോകേണ്ടത് ഈ ഇൻഫർമേഷൻ സെന്ററിന്റെ ഉള്ളിലേക്കാണ്. മാതൃമന്ദിർ വ്യൂ പോയിന്റിന്റെ പാസ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്നാണ് കിട്ടുന്നത്. ഇവിടെ ഫുൾ അവരുടെ ഡീറ്റെയിൽസ് ആണ്, എന്ന് വെച്ചാൽ അവരുടെ വിഷൻ എന്താണ്, അവരുടെ സ്പെഷ്യാലിറ്റീസ് എന്താണ്, അവരുടെ പോളിസീസ് എന്താണ്, അതൊക്കെ നമുക്ക് സമയമുണ്ടെങ്കിൽ അവിടെ നിന്ന് വായിച്ചിട്ടൊക്കെ പതിയെ പോവാം. നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും, പോണ്ടിച്ചേരി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗോൾഡൻ ഗ്ലോബ് പോലത്തുള്ള ഒരു സ്ട്രക്ചർ ഇല്ലേ, അതാണ് മാതൃമന്ദിർ. അത് ഓറോവില്ലിന്റെ ആത്മാവെന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ ഒരു മിനിയേച്ചർ രൂപവും അതിന്റെ ഒരു സ്ട്രക്ചറും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. 1971 പണി തുടങ്ങിയ ഈ ഒരു മന്ദിർ എന്ന് പറയുന്നത് 37 വർഷം എടുത്തു പണി തീരാനായിട്ട്. ഇവിടെ വേറെ പല ആക്ടിവിറ്റീസ് നമുക്ക് കാണാനായിട്ടുള്ള സൗകര്യമുണ്ട്. പോട്ടറി, പിന്നെ വേസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ഓരോ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ. പോട്ടറി ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ സൺഡേ ആയതുകൊണ്ട് അതൊക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബേർഡ് പാർക്ക് വിസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിന് പെർ ഹെഡ് 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇവിടത്തെ ഒരു വണ്ടിയിൽ അവർ നമ്മളെ കൊണ്ട് അവിടെ പോകും, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഈ മാതൃമന്ദിർ വ്യൂ പോയിന്റിന്റെ അവിടെ ഇറക്കും. അപ്പൊ അതാണ് ആ ഒരു പാക്കേജ് അവർ പറയുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തു, അപ്പൊ തന്നെ അവിടെ വണ്ടി ഉണ്ടായിരുന്നേ. സോ ഞങ്ങളും കൂടെ കയറാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തു. എനിക്കും കേശൂട്ടനും ഫ്രണ്ടിൽ തന്നെ സീറ്റ് തന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഡബിൾ ഹാപ്പിയായി. ഇവരുടെ വണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾ ശരിക്കും വിചാരിച്ചത് ഈ ബേർഡ് പാർക്ക് ഏതെങ്കിലും കാടിന്റെ നടുക്കായിരിക്കും, അപ്പൊ നമുക്ക് അടിപൊളി ഒരു ഡ്രൈവ് ആയിരിക്കും എന്നൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ നിന്നത്. പിന്നെ പോകെയാണ് നമുക്ക് മനസ്സിലായത് കാട്ടിലേക്കൊന്നുമല്ല, കറക്റ്റ് നല്ല ഹൈവേ റോഡിലൂടെയാണ് നമ്മുടെ വണ്ടി പോകുന്നതെന്ന്. റോഡ് സൈഡിലാണ് ലേ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബേർഡ് പാർക്ക് ഉള്ളത്. ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിയെങ്കിലും കേശൂട്ടന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ, അത് മതി. നമ്മളെ ഇറക്കിയിട്ട് വണ്ടി അവിടെ തന്നെ വെയിറ്റ് ചെയ്യുവേ. അവിടെ ചെല്ലുമ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ ഒരു കുഞ്ഞു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞ് വെള്ളയെലി, പിന്നെ ഗിനിപ്പന്നി, പിന്നെ കുറച്ച് വെറൈറ്റീസ് ഓഫ് കോഴികൾ, പിന്നെ എന്താ പറയുക, കുഞ്ഞു മുള്ളംപന്നിയുടെ ചെറിയൊരു മുള്ളംപന്നി, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ട്. അതിനെപ്പറ്റി അവർ നമുക്ക് പറഞ്ഞു തരും. ഈ സംരംഭത്തിന്റെ ഫൗണ്ടറിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബേർഡ്സിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടേക്കാണേ. അവിടെ കയറുന്നതിന് തൊട്ട് മുന്നായിട്ട് കണ്ടു ഒരു കുഞ്ഞു കുളം. അത് അവർ ഉണ്ടാക്കിയ ഒരു ടെമ്പററി കുളമാണ്. അതിനകത്ത് കുറച്ച് മീനുകളൊക്കെ ഈ കലങ്ങിയ വെള്ളത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ബേർഡ്സിന് ഫീഡ് ചെയ്യാനുള്ളിൽ കയറുന്നതിന് മുന്നായിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കണ്ടില്ലേ, കുറച്ച് ബേർഡ്സിനെ ഇങ്ങനെ കൂട്ടിലിട്ടിട്ടുണ്ട്. ഒരാൾ വന്ന് നമുക്ക് ബേർഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. കൂടാതെ നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് ബേർഡ്സിനെ ഫീഡ് ചെയ്യേണ്ടത്, അവരുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, അങ്ങനെയുള്ള ഒരു കോമൺ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരും. അതിനുശേഷം മാത്രമേ നമ്മളെ ഉള്ളിലേക്ക് അലോ ചെയ്യുള്ളൂ. അകത്ത് പോയപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇത്. പ്രാവും പാരക്കീറ്റും അങ്ങനത്തെ കുറെ ടൈപ്പ് ബേർഡ്സ് അവിടെ ഉണ്ട്. കേശൂട്ടന് ആദ്യം ഒരു ചെറിയ ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പതിയെ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി അതുമായിട്ട് കുറച്ചുകൂടെ ഇന്ററാക്ട് ചെയ്യിച്ച് മറ്റുള്ളവർ അതിനെ ഫീഡ് ചെയ്യുന്നതൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവൻ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയി. അങ്ങനത്തെ നമ്മുടെ കേശൂട്ടന് അവന്റെ കുഞ്ഞി കയ്യിൽ ആ പക്ഷികൾക്ക് കൊടുക്കാനുള്ള തീറ്റയും പിടിച്ച് അങ്ങനെ നിൽക്കുവാണേ. എല്ലാവരും ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഫീഡ് ചെയ്തോണ്ടിരിക്കുവല്ലേ, അതുകൊണ്ടായിരിക്കും പക്ഷികൾക്ക് ഈ തീറ്റയൊന്നും കണ്ടിട്ട് വലിയ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയില്ല. എന്തേ വിച്ചുവിന്റെ തലയിലാണ് ആദ്യത്തെ പക്ഷി ഒന്നിരിക്കുന്നത്. കേശൂട്ടന് ഹൈറ്റ് കുറവായോണ്ടോന്നൊന്നും അറിയത്തില്ല, പക്ഷികളൊന്നും അത്ര അങ്ങോട്ട് അറ്റൻഷൻ കിട്ടുന്നില്ല.
പിന്നെ നമ്മൾ താഴെ ഇരുന്ന ഒരു പക്ഷിക്ക് അവനെ കൊണ്ട് ഫീഡ് കൊടുപ്പിച്ചു. തിനയും സൺഫ്ലവർ സീഡൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീറ്റയാണ് അവർ നമ്മുടെ കയ്യിൽ തരുന്നത് ഫീഡ് ചെയ്യാനായിട്ട്. കേശുവിന്റെ കുറെ നേരത്തെ എഫേർട്ട് കണ്ടിട്ടായിരിക്കും കേട്ടോ. ഒരു പെങ്കൊച്ച്, അവളുടെ കയ്യിൽ 2 ബേർഡ്സ് ഉണ്ടായിരുന്നു. അതിലൊന്നിനെ കേശുവിന്റെ കയ്യിലേക്ക് പതിയെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ആ ബേർഡ് ഇങ്ങനെ അവന്റെ കയ്യിൽ കയറുന്ന ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ പെട്ടെന്ന് അവനൊന്ന് ഇങ്ങനെ ഒന്ന് പതറിയ പോലെ എനിക്ക് തോന്നി. പക്ഷെ ആ നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ അവൻ ഭയങ്കര ഹാപ്പിയായി. കണ്ടോ, ഈ പക്ഷികളുടെ കൂടാണ് ഇതിന്റെ ചുറ്റും ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നെ കേശുവിന് അവിടെ നിന്ന് വരണ്ട, അവൻ ഫുള്ളി ഇൻവോൾവ് ആയി അവിടെ. പക്ഷെ എനിക്കാണെങ്കിലുണ്ടല്ലോ, ഇതിന് ഫീഡ് ചെയ്യുന്നതും നോക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എൻ്റെ ദേഹത്ത് ഈ പക്ഷികൾ വരുന്നത് എന്തോ എനിക്കൊരു ചൈൽഡ്ഹുഡ് ട്രോമയുണ്ട്. ഇത് വല്ലാത്ത ഫീലാണ്, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരിക്കലും കേശുവിന് അങ്ങനെ ഒരു കാര്യത്തിനോടും ഒരു ബുദ്ധിമുട്ട് തോന്നാൻ പാടില്ല എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അല്ല ഞാൻ പറയുന്നത്, എന്ത് കാര്യമാണെങ്കിലും കുട്ടികൾക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു ആശങ്ക ഉണ്ടാവും. അത് നമ്മൾ പാരൻസ് വേണം നോർമലൈസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും കോൺഫിഡൻസ് ഉണ്ടാവും എന്ത് കാര്യം ചെയ്യാനും. നെക്സ്റ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഒരു ഫെൻസിങ്ങിന്റെ ഉള്ളിലായിട്ട് 2 കുതിര ഇട്ടിട്ടുണ്ട്. അവരിങ്ങനെ ഓടുന്നതും ചാടുന്നതൊക്കെ കണ്ട് കുറച്ചു നേരം നിൽക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഗൂസ് അല്ലെങ്കിൽ വാത്ത എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് പക്ഷിയാണിത്. അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് ഗീസിനെ പറയുന്നത് ഗാഗിൾ എന്നാണ്. ഇവരൊരു മോണോഗാമസ് ആയിട്ടുള്ള അനിമൽസ് ആണ്. എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ദി ഇയർ അവർക്ക് ഒരേ ഒരു പാർട്ട്ണറേ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് പശുക്കുട്ടികളുണ്ട്, റാബിറ്റ്സ് ഉണ്ട്, കുറച്ച് ആട്ടിൻ കുട്ടികളുണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടി കയറി തിരിച്ച് മാതൃമന്ദിർ വ്യൂ പോയിന്റിലായിരിക്കും നമ്മൾ അവരെ ഇറക്കുന്നത്. ഞാനിപ്പോൾ ഈ ഡ്രൈവറോട് ചോദിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഈ ബേർഡ് പാർക്ക് വിസിറ്റ് ചെയ്യാൻ പോവാം. അതിന് 150 രൂപ പെർ പേഴ്സണേ ചാർജ് വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇപ്പൊ എടുത്ത ഈ പാക്കേജ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ് ഒരാൾക്ക്. അതിനുള്ള ഒരു സംഭവമൊന്നും അവിടെ കാണാനായിട്ട് പറ്റിയില്ല സത്യമായിട്ട്. അങ്ങനെ നമ്മൾ മാതൃമന്ദിർ വ്യൂ പോയിന്റിന്റെ പാർക്കിംഗ് സ്പേസിലേക്കാണ് ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇനിയും നടന്നു വേണം പോകാനായിട്ട്. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ബനിയൻ ട്രീ അല്ലെങ്കിൽ ആൽമരം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അല്ലേ. കണ്ടില്ലേ, ഇത് ഭയങ്കര എക്സ്റ്റെൻസീവായിട്ട് ഇങ്ങനെ പടർന്നു നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വേരുകളിലാണ് ഈ തൂണ് പോലെ സപ്പോർട്ടിങ് സിസ്റ്റം ആയിട്ട് നിൽക്കുന്നത്. ഇതിന്റെ ഒരു എക്കോളജിക്കലി അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറലി ഒക്കെ ഉള്ള ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഈ മാതൃമന്ദിർ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് സൈറ്റ് അല്ല. ആക്ച്വലി അതിന്റെ ഉള്ളിൽ ഭയങ്കര സൈലൻസും കോൺസെൻട്രേഷനും ഒക്കെ വേണ്ട ഒരു സ്പിരിച്വൽ എൻവയോൺമെന്റ് ആണ് അതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ അകത്ത് പോകണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഗ്രൂപ്പായിട്ടൊന്നും ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ഫോം ഫില്ല് ചെയ്ത് വേണം നമുക്ക് ചെയ്യാനായിട്ട്. 10 വയസ്സിന് താഴെയുള്ളവർക്ക് അതിനകത്ത് എൻട്രി കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അതിൽ നമുക്ക് എൻട്രി ചെയ്യണമെങ്കിൽ. അത്രയും അതിന് വേണ്ടി വരുന്നവർ മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ. ഒരു ടൂറിസ്റ്റർ എന്ന നിലയ്ക്ക് നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ വ്യൂ പോയിന്റിൽ വന്ന് ഇതെന്താണെന്ന് ജസ്റ്റ് കാണും, തിരിച്ചു പോകും. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷയില്ല മാത്രം നിങ്ങൾ ഇവിടെ വ്യൂ പോയിന്റിൽ വന്നാൽ മതി. ഉള്ളിൽ പോകണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ബുക്ക് ചെയ്തിട്ട് തന്നെ വരണം. നിലവിൽ അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത് കാരണം ബുക്കിംഗ് കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് നടന്നിട്ടാണ് നമ്മൾ ഈ വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കുറേ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. പിന്നെ അതിന്റെ ഓരോ നാൾ വഴികളും ഇതിന്റെ കൺസ്ട്രക്ഷന്റെ ഓരോ സമയത്തുള്ള ഡീറ്റെയിൽസ് ആണ് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ജാൻ 2025 ചെയ്ത ഒരു ഡിസ്ക്രിപ്ഷനാണിത്. അതൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും വായിക്കാനായിട്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ ആ വ്യൂ പോയിന്റിൽ. നമുക്ക് തിരിച്ചു വരാനായിട്ട് നമുക്ക് അവിടെ ഒരു ബസ് സർവീസ് അവൈലബിൾ ആണ്, ഫ്രീ ആണ്. ആ ഒരു സ്ഥലത്തെന്ന് പറയുന്നത് ഫുൾ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്.
ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഈ ഓറോവിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ളവർ ഉണ്ടാക്കുന്ന കുറേ പ്രോഡക്ട്സ് ഉണ്ട്. വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നല്ല രസമാണ് ഓരോ സാധനങ്ങളും കാണാനാണ്. പക്ഷെ കുറച്ച് വിലയാണ്. എനിക്ക് ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ആളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ നമുക്ക് കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റോൾസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ വന്ന എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. പിന്നെ നമ്മൾ നല്ല നടന്ന് ക്ഷീണിച്ചായിരിക്കും വരുന്നത്. വെള്ളമൊക്കെ കരുതുന്നത് നല്ല ഒരു തീരുമാനമായിരിക്കും. പ്രത്യേകിച്ച് ഈ പകൽ സമയമൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, ഒബ്വിയസ്ലി തമിഴ്നാടിൻ്റെ ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഈ പോണ്ടിച്ചേരി എന്ന് പറഞ്ഞാൽ തമിഴ്നാടാണല്ലോ. അപ്പം ആ ഒരു ക്ലൈമറ്റ് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. അത് നമ്മൾ ഏപ്രിൽ മെയ് ആ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചധികം ചൂടായിരിക്കും. അതൊക്കെ കണക്കാക്കി വേണം നിങ്ങൾ ഈ ഇമാതിരി സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐസ്ക്രീംസ്, ചോക്ലേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ കേശൂട്ടൻ ഒരു ഐസ്ക്രീം മേടിച്ചു, മാംഗോ ആണ്. പക്ഷെ ശരിക്കും നല്ല പ്യുവർ മാംഗോയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അറിയാം, അതിനകത്ത് വേറൊരു കെമിക്കൽസോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ശരിക്കും നമ്മളൊരു മാംഗോ പൾപ്പ് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിക്കുന്ന ടേസ്റ്റ്, ശരിക്കും ഒരു മാങ്ങ കഴിക്കുന്ന പോലെ നല്ലതായിരുന്നു കേട്ടോ അത്. അങ്ങനെ നമ്മുടെ ഓറോവിൽ സന്ദർശനത്തിന് ശേഷം വിശന്ന് പൊരിഞ്ഞ് നമ്മൾ മനം മെസ്സിൽ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഉഗ്രൻ തിരക്കാണ്, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇന്നലെ നമ്മൾ പോയതുപോലെ തന്നെ നമ്മൾ പേരും എത്ര പേരാണ് വന്നിട്ടുള്ളതെന്ന് നമ്പറും കൊടുത്തിട്ട് ഇങ്ങനെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. തിരക്ക് കുറയുന്നതിനനുസരിച്ച് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും. ഇതിന് ശേഷം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് 2 സ്ഥലമാണ്. ലഞ്ചിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഒരു അടിപൊളി നോൺ വെജ് മീൽസും കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. പോണ്ടിച്ചേരി ഡയറീസിന്റെ ഫൈനൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിമനോഹരമായ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയുള്ള ഒരു ബോട്ട് യാത്ര, വഴിയരികിലെ രസകരമായ കാഴ്ചകൾ കണ്ടല്ലോ. നല്ല ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നത് പോണ്ടിച്ചേരിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ്. അതാണ് മാൻഗ്രൂവ് ഫോറസ്റ്റ് ബോട്ടിംഗ്, അതായത് കണ്ടൽക്കാടിന്റെ ഇടയിലൂടെയുള്ള ഒരു ബോട്ട് യാത്ര. ഇവിടെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ സെലക്ട് ചെയ്തത് 500 rupees per person വരുന്ന ബോട്ടിംഗ് ആണ്. ടിക്കറ്റും കൊണ്ട് നമ്മൾ ബോട്ട് കയറുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട്. 1 hour ആണ് ഇവർ ഈ ബോട്ടിങ്ങിന് പറയുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഉള്ളിൽ നടന്നു തുടങ്ങുമ്പോൾ തന്നെ സൈഡില് മാൻഗ്രൂവ് ചെടികൾ, മീൻസ് കണ്ടൽ ചെടികളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ നമുക്ക് അതൊക്കെ നോക്കാം. ഈ ബോട്ട് ഹൗസിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാവേ. ഈ ബോട്ട് യാത്രയിൽ 2-3 സ്ഥലങ്ങളുടെ സൈറ്റ് സീയിങ്ങും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ഒരു ഹൈലൈറ്റ് ആണ്. ഓൾറെഡി അവിടെ കുറച്ച് പേരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മുടെ ബോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതാ നമ്മുടെ പോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കയറാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു തരം ഞണ്ട് അവിടെ കുറെ ഉണ്ട്. നമുക്കിനി പോയിട്ട് വന്നിട്ട് ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കാം. അങ്ങനെ ബോട്ടിൽ എല്ലാവരും കയറി ബോട്ടിന്റെ ഒരു ഇന്ധനമൊക്കെ നിറച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് പൂവാറ് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മൾ സിമിലർ ആയിട്ടുള്ള ഒരു ബോട്ടിങ് മുന്നേ ചെയ്തിരുന്നേ. ഇവിടെ എന്താണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുഭവം നമുക്ക് ഉണ്ടാവുക എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഈവനിങ് ടൈം ആയതുകൊണ്ട് അധികം വെയിലൊന്നുമില്ല, നല്ല കാറ്റൊക്കെ ഉണ്ട്. അടിപൊളിയാട്ടോ, നല്ല രസമായിട്ടാണ് നമ്മുടെ ഈ ബോട്ടിങ് അനുഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, സാധാരണ
ഈ കായലിന്റെ സൈഡില് അല്ലെങ്കിൽ കടലും കായലും കൂടെ മെർജ് ചെയ്യുന്ന അഴിമുഖങ്ങളുടെ സൈഡില് അങ്ങനെയുള്ള ചതുപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും ഈ കണ്ടൽ ചെടികൾ കാണുന്നത്. അപ്പോൾ ഈ കണ്ടൽ ചെടികൾ ഗ്രൂപ്പായിട്ട് വളരുന്ന ആ ഒരു എക്കോസിസ്റ്റത്തിനെയാണ് കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത്. യാത്രക്കാരെയൊക്കെ ഒന്ന് എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ചേട്ടൻ ആ ബോട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിച്ച് മറിച്ച് വളരെ രസകരമായിട്ടാണ് പിന്നെ മുന്നോട്ട് പോയത്, സ്പീഡും കൂട്ടി. അങ്ങനെ നമ്മുടെ യാത്ര രസകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഈ കണ്ടൽ കാടുകളുടെ ഒരു പ്രാധാന്യത്തെ പറ്റി. നമ്മുടെ ഭൂമിയിലെ തന്നെ ഏറ്റവും ജൈവ സമ്പന്നമായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഈ കണ്ടൽ കാടുകളിലാണ്. ഈ കണ്ടൽ കാടുകളുടെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് അതിന് കാർബൺ ഡൈ ഓക്സൈഡിനെ വളരെ നന്നായിട്ട് ആഗിരണം ചെയ്യാനും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ വളരെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് ഇവയ്ക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പോയിന്റിൽ നമ്മൾ ഇറങ്ങാൻ പോവാണ്. കണ്ടില്ലേ, ഒത്തിരി ബോട്ടുകളുണ്ട്. ഇതിപ്പോൾ ഒരു ബോട്ട് ഹൗസിൽ നിന്നുള്ളതായിരിക്കത്തില്ല, പല പല ബോട്ട് ഹൗസിൽ നിന്ന് ഉള്ള ബോട്ടുകളായിരിക്കും ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത്. അരിക്കമേട് എന്ന ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. 1937 കാലഘട്ടങ്ങളിൽ ഇവിടെ താമസിച്ചിരുന്ന ഗ്രാമവാസികളായ കുട്ടികൾ കളിക്കുന്നതിനിടയിൽ മണ്ണിൽ നിന്ന് പ്രത്യേകതരം കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. അങ്ങനെയാണ് ഇൻഡോ ഫ്രഞ്ച് ഗവേഷകർ ഈ ഒരു സ്ഥലത്ത് എന്തോ പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാക്കി ഗവേഷണം ആരംഭിച്ചത്. നമ്മളിപ്പോൾ ഈ കാണുന്ന പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിംഗ് ഇല്ലേ, ഇതുൾപ്പെടെ ആ ഒരു എക്സ്കവേഷൻ പ്രൊജക്റ്റിലൂടെയാണ് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. പഠനങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇൻഡോ റോമൻ വാണിജ്യ ബന്ധങ്ങളുടെയും കൾച്ചറൽ റിലേഷൻഷിപ്പിനെയും വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒത്തിരി ചരിത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു പോർട്ട് അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ബിൽഡിംഗ് ആയിട്ടാണ് ഇന്ന് ഈ കാണുന്ന പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിംഗ് യൂസ് ചെയ്തിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ബോട്ടിൽ കയറി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണേ. നമ്മുടെ ഇടതുവശത്തായിട്ട് ഒത്തിരി ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ടില്ലേ, ഇതാണ് പോണ്ടിച്ചേരിയുടെ മേജർ ഫിഷിംഗ് ഹബ്ബായിട്ടുള്ള തേങ്കൈത്തിട്ട് ഫിഷിംഗ് ഹാർബർ. നമ്മുടെ ബോട്ട് യാത്രയിലെ നെക്സ്റ്റ് സൈറ്റ് സീയിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഫിഷിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് ഉപജീവനം നടത്തുന്ന ഒത്തിരി പേര് ഈ ഒരു ഹാർബറിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നുണ്ട്. കൂടാതെ ഇതൊരു നല്ല ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടെയാണ്. നല്ല ഭംഗിയല്ലേ ബോട്ട് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്ന കാണാനായിട്ട്. നമുക്ക് അതിന്റെ ഒരു വിസിബിലിറ്റി നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോട്ട് എന്ത് ചെയ്തെന്ന് കുറച്ച് സ്ലോ ചെയ്തിട്ടാണ് ആ ഒരു സ്ഥലം പാസ് ചെയ്ത് പോയത്. അവിടെ കണ്ടില്ലേ, പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും തന്നെ ആ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കായലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ബോട്ട് യാത്ര ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കായലും കടലും കൂടെ മെർജ് ചെയ്യുന്ന അഴിമുഖത്തിന്റെ ഏരിയയിലാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് റോക്ക് ബീച്ചൊക്കെ വിസിബിൾ ആവും. കായലിലുള്ള വെള്ളവും കടലിലുള്ള വെള്ളവും ബ്ലൂ കളറും ഗ്രീൻ കളറും അങ്ങനെ ഒരു വ്യത്യാസത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ശക്തമായിട്ടുള്ള തിരയുള്ളത് കാരണം നമുക്ക് കൂടുതൽ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബോട്ട് തിരിച്ചു പോയി. ഇന്നും ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ മത്സ്യബന്ധനം നടത്തുന്ന ഒത്തിരി ആളുകൾ ആ ഒരു പ്രദേശത്തുണ്ട്. ഞാൻ ഓർക്കുമായിരുന്നേ, നമ്മുടെ കർഷകരും ഇതുപോലത്തെ മത്സ്യബന്ധന തൊഴിലാളികളും ഒക്കെയാണ് ശരിക്കും പ്രകൃതിയിൽ ഉണ്ടാകുന്ന എല്ലാ ചേഞ്ചസും ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത് അവരുടെ ജോലിയെയും അവരുടെ ജീവിതത്തെയും ഒക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണം നമ്മുടെ ഗവൺമെന്റും നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ നല്ല ജീവിത നിലവാരം ഒരുക്കി കൊടുക്കേണ്ടത്, അല്ലേ? എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് എപ്പോഴും. അങ്ങനെ അഴിമുഖവും കടലും ഒക്കെ പിന്നിട്ട് നമ്മൾ വീണ്ടും ശാന്തമായിട്ട് കിടക്കുന്ന ഈ ഒരു കായൽ പരപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദി മാൻഗ്രൂവ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന കല്ലേൻ പൊക്കുടനെ ഈ യാത്രയുടെ ഇടയിൽ ഓർക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഒരുപാട് വൈവിധ്യമാർന്ന ജലജീവികളും പക്ഷികളും ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. ധാരാളം ഓക്സിജൻ പുറത്തുവിടാനും
പ്രകൃതി ദുരന്തങ്ങളെ ചെറുത്ത് നിൽക്കാനുമുള്ള കഴിവ് നമ്മുടെ ഈ കണ്ടൽക്കാടുകൾക്കുണ്ട്. ഈ യാത്ര ശരിക്കും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് മിസ്സായി പോയിരുന്നെങ്കിൽ ഒരു നഷ്ടം തന്നെയായിരുന്നേനെ. പോണ്ടിച്ചേരി വരുമ്പോൾ നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ ബോട്ടിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ നേരത്തെ കണ്ടില്ലേ അതുപോലത്തെ ഞണ്ടുകൾ, പക്ഷെ ഇത് 100 കണക്കിന് ഞണ്ടുകളുണ്ട്. ഇതിപ്പോ മഞ്ഞ കളറുണ്ട്, ഓറഞ്ച് കളറുണ്ട്, ബ്രൗൺ കളറുണ്ട്. നല്ല രസമാട്ടോ. ഞാൻ പെട്ടെന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി എന്താണ് ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണുന്ന ഈ ടൈപ്പ് ഞണ്ടുകളെ ഫിഡ്ലർ ക്രാബ് എന്നാണ് പറയുന്നത്. അതിലെ മെയിൽ ക്രാബുകൾക്കാണ് നമ്മൾ ഈ കാണുന്ന പോലെ ഫ്രണ്ടിലത്തെ ക്ലോ എന്ന് വെച്ചാൽ ഈ ഇറുക്കുന്ന ഭാഗമില്ലേ കൈ, അത് ഒരു ക്ലോ നോർമൽ സൈസും ആയിരിക്കും, ഒന്ന് വലുതുമായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഈ വീഡിയോയിൽ, ഒത്തിരി അങ്ങനത്തെ ക്രാബ്സ് ഉണ്ട്. അങ്ങനെ ഞണ്ടുകളുടെ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കുറച്ചു നേരം കണ്ടു നിന്ന ശേഷം ഫോട്ടോ സ്പോട്ടിൽ നിന്ന് കുറച്ച് ക്ലിക്കൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങുവാണേ. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഈഡൻ ബീച്ചിലേക്കാണ്. പോണ്ടിച്ചേരിയിലെ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ മോസ്റ്റ് പ്രോബബ്ലി ഈഡൻ ബീച്ച് തന്നെയാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണ്. ചുന്നാബർ ബാക്ക് വാട്ടേഴ്സ് അടുത്ത് തന്നെ ഉള്ളതിന്റെ ഒരു വൈബുണ്ട്. പിന്നെ കുറെ തെങ്ങും തോപ്പുകളുണ്ട്. അങ്ങനെ നല്ല രസമാണ്. പോണ്ടിച്ചേരിയിൽ നിന്ന് 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ എത്താനായിട്ടുള്ളത്. നമ്മുടെ പാരഡൈസ് ബീച്ചിന്റെ അടുത്തായിട്ട് വരും. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. കൂടാതെ ഈഡൻ ബീച്ചിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ സർട്ടിഫിക്കേഷൻ കിട്ടുക എന്ന് വെച്ചാൽ പൊല്യൂഷൻ കൺട്രോളിൽ, വേസ്റ്റ് മാനേജ്മെന്റിൽ, വാട്ടർ ക്വാളിറ്റി, സേഫ്റ്റി, ഇങ്ങനെയുള്ള പല മാനദണ്ഡങ്ങൾക്കും അവരൊരു റേഞ്ച് നിശ്ചയിച്ചിട്ടുണ്ട്. അത് കടക്കുന്നവർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. നമുക്കിവിടെ നിന്ന് നേരെ മഹാബലിപുരം പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് സമയം നമ്മൾ ഇവിടെ ഈ ബീച്ചിൽ സ്പെൻഡ് ചെയ്തുള്ളൂ. ഓൾമോസ്റ്റ് 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് നമ്മൾ മഹാബലിപുരം എത്തിയിരിക്കുകയാണ്. സമയം 9:30 കഴിഞ്ഞു. അപ്പൊ നമ്മള് ജസ്റ്റ് അവിടെ ഒരു റൂം എടുത്തു, ഫ്രഷപ്പായി, ലഗേജ് ഒക്കെ വെച്ച് നമ്മൾ ഒന്ന് ആ ബീച്ച് സൈഡിലൊക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിക്കണം. സോ ഇന്നത്തെ വീഡിയോ ഈ ഒരു രാത്രിയിലെ വ്ളോഗോടുകൂടി നിർത്തുവാണ്. നാളെ മഹാബലിപുരത്തിന്റെ പകൽ കാഴ്ചകളും ഇവിടുത്തെ അമേസിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവരുന്നതാണ്. ബീച്ചിലേക്ക് പോയപ്പോൾ അവിടെ ഈ മറ്റേ ബലൂൺ ഗെയിം നടക്കുന്നുണ്ട്. അത് നമ്മളെ കണ്ടപ്പോൾ ഒന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചു. അവസാനം 6 5 വിച്ചു, പൊട്ടിച്ചു ബലൂണ്. അങ്ങനെ ഒരു കുഞ്ഞൊരു ഹാർട്ട് നമുക്ക് കിട്ടി, ഒരു റെഡ്. ശരി, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.